ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഈ ഗ്ലൂ ഗണ്ണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ഇത് കണ്ടോ, ഇതാണ് 20 വോൾട്ടിൻ്റെ ഒരു ഗണ്ണാണിത്. നമുക്ക് ഡ്രസ് മെറ്റീരിയൽസിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഈ ഒരു 20 വോൾട്ടിൻ്റെത് മതി. ഇതാണ് അതിൻ്റെ കൂടെ കിട്ടുന്ന ഗ്ലൂ. നിങ്ങൾ നേരത്തെ കണ്ടു കാണുമല്ലോ, ഒരുപാട് മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ തന്നെ ഇത് കാണും. ഈ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ ഇതുപോലെ ഫ്ലെക്സിബിളാണേ. എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ ഈ ബാക്ക് വശത്ത് കണ്ടോ, ഈ ബാക്ക് വശത്ത് ഒരു ഹോള് പോലെയുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് കടത്തി കൊടുക്കണം. എന്നിട്ട് ഉള്ളിലൂടെ അങ്ങനെ തന്നെ ഒരു ഭാഗമുണ്ട്, അതിലേക്ക് കൂടി കടത്തി കൊടുക്കണം. കണ്ടോ, ഈ ഒരു ഭാഗത്തു കൂടിയും അത് നന്നായിട്ട് അറ്റം വരെ ഒന്ന് മുട്ടിച്ച് തിരിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് കണക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നമ്മൾ തോക്ക് വെച്ച് വെടി വെക്കുന്ന പോലെ ഇതുണ്ടോ. അവിടെ ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, അല്ലാത്ത സമയത്ത് അത് തൊടരുതേ, നല്ല ചൂട് അതിനകത്തുണ്ടാവും, കൈ നന്നായിട്ട് പൊള്ളിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ അത് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഗ്ലൂവും ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഇതായി ഒരു പഴയ ഒരു ചുരിദാറാണ്, പഴയൊരു വെൽവെറ്റിൻ്റെ ചുരിദാർ. അതിൻ്റെ നെക്കിൽ ഞാൻ ചുമ്മാ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് 2-3 മുത്തുകളൊക്കെ ഒന്ന് ഒട്ടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് എടുത്താണേ. കണ്ടോ, ഇപ്പോൾ ഇതൊരു ഹാഫ് ബീഡ്സ് ആണ്. ഒരു വശം മുഴച്ചിരിക്കും, മറ്റേ വശം പരന്നിരിക്കും. അപ്പോൾ ഞാൻ ഈ പരന്ന ഭാഗം അതിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി, നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന പോലത്തെ മുത്തുകളാണ്. അപ്പോൾ ഇതിന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മുത്തെടുത്തന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതുണ്ടോ, ഇവിടെ ഓൺ ഓഫ് എന്നുള്ളൊരു ഇതുണ്ട്, സ്വിച്ച് ഉണ്ട്, ഓണാക്കി. അപ്പോൾ ഈ ലൈറ്റ് കത്തും. അപ്പോൾ ഈ ലൈറ്റ് കത്തുന്നെങ്കിൽ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയെന്നാണ്. ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, അപ്പോഴത്തേക്കും ഇതിങ്ങനെ വരാൻ തുടങ്ങും. പ്രസ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വരുന്നുണ്ട് അല്ലേ. കണ്ടോ, ഇനി നമുക്കിത് ഒട്ടിച്ച് നോക്കാം. നമ്മളിത് ഒട്ടിക്കാൻ പറ്റുന്നുണ്ട്, നൂല് പോലെ വലിഞ്ഞു വരുന്നുണ്ടേ. അത് നമുക്ക് പിന്നെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും വലിച്ചെടുത്ത് കളയാമെന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് പശ ഒന്ന് മുട്ടിക്കുവാണെങ്കിൽ തന്നെ അവിടെ ആ നൂല് പോലെ വലിഞ്ഞു വരത്തില്ല. ഇങ്ങനെയാണിത് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഗ്ലൂ ഗണ്ണ് നമ്മൾ ഡ്രസ്സ് ഡിസൈനിങ്ങിന് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് വെച്ച് ചെയ്യാൻ പറ്റും. ഞാൻ നമ്മുടെ ആവശ്യം എന്താണെന്ന് മാത്രമാണ് പറയുന്നത്. കണ്ടോ, ഈ നൂല് പോലെ വരുന്നത് നമുക്ക് എടുത്ത് കളയാൻ പറ്റും കേട്ടോ. അത് എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇച്ചിരി ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കാം. മുത്ത് ഉണങ്ങുന്നതിന് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ആ മുത്തും കൂടെ പൊഴിഞ്ഞങ്ങോട്ട് വരും. മുത്ത് ഉണങ്ങുന്നതിന് മുമ്പല്ല, ഗ്ലൂ. അതിൻ്റെ പശ ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കത് അടത്തിയെടുത്ത് കളയാം. ഇതുപോലെ നമുക്ക് ഫുള്ളൊന്ന് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ എന്നിട്ട് നമ്മളിത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല, ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. കണ്ടോ, ഒരെണ്ണം പൊഴിഞ്ഞു പോയി. ഇതുപോലെ മുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഈ നൂലങ്ങ് പോലെ വരുന്നത് എടുത്ത് കളയാവുന്നുള്ളതേ ഉള്ളൂ. നല്ല യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ് കേട്ടോ. നമ്മൾ പൂക്കൾ കൊണ്ടൊക്കെ വർക്ക് ചെയ്തിട്ട് അതൊക്കെ ഒട്ടിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.